ഹലോ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് പ്രധാന അപ്ഡേഷൻസ് പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഒന്നാമത്തെ കാര്യം ഇതാണ്, നമ്മുടെ ട്രൂ ബാലൻസിൽ ഒരു 10-23 പേർക്ക് ഒരു സാലറിയും ഒരു വരുമാന രേഖകളുമില്ലാതെ 50,000 രൂപ, 25,000 രൂപ, 75,000 രൂപ ഇതെല്ലാം കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മൾ സാലറി വെച്ച് അപ്ലൈ ചെയ്താൽ പോലും ചിലപ്പോൾ 50,000 രൂപ കിട്ടാൻ വളരെ പ്രയാസമാണ്. അപ്പോൾ ഇത് എങ്ങനെ കിട്ടി എന്നുള്ളത് ചിലപ്പോൾ അവരുടെ ബാങ്കിങ് ആയിരിക്കാം, സിബിലായിരിക്കാം, എന്നാലും ഒരു ലിമിറ്റേഷനുണ്ട്. അപ്പോൾ അത് കിട്ടിയ ആൾക്കാർ ഈ സാലറി ഇല്ലാതെ 50,000 രൂപ അല്ലെങ്കിൽ ഒരു 25,000 രൂപ കൂടുതൽ കിട്ടിയ ആൾക്കാർ ദയവായി ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. നിങ്ങളുടെ ഏത് ബേസിലാണ് നിങ്ങൾക്ക് കിട്ടിയത്, നിങ്ങളുടെ സിബിൽ എത്രയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ബാങ്കിങ് ഉണ്ടോ, നിങ്ങളുടെ പ്രൊഫൈൽ ബിസിനസ്സാണോ, അത് മറ്റുള്ളവർക്ക് തീർച്ചയായിട്ടും അതൊരു ഇൻസ്പിറേഷൻ ആകും. അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ട്രൂ ബാലൻസിൽ 100-150 പേര് ഇങ്ങനെ ഒരു വെറും 1,000 രൂപ 2,000 രൂപ എടുത്തിട്ട് അടയ്ക്കാതെ ഇരിക്കുന്നുണ്ട്. അത് ഞാൻ മുമ്പ് പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ അടയ്ക്കാതെ ഒളിച്ചിരുന്നാൽ നിങ്ങൾക്ക് തന്നെയാണ് പ്രശ്നം. നമ്മൾ ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ആ ഒരു ഇതുകൊണ്ട് നമ്മൾ പൈസ കിട്ടുന്ന ആ രീതി കൊണ്ട് നമ്മൾ എടുത്തിട്ട് അടയ്ക്കുന്ന ഡേറ്റ് ആകുമ്പോൾ നമ്മൾ 5 പൈസയും കാണില്ല. ഉള്ള പൈസയെല്ലാം ചിലവാക്കി ഒരു പൈസയില്ല. നമ്മൾ ട്രൂ ബാലൻസിൻ്റെ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മളൊരു മൂലയിൽ, വീടിൻ്റെ ഒരു മൂലയിൽ ഇങ്ങനെ മൊബൈലും കുത്തിയിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് തന്നെയാണ് ഫ്യൂച്ചറിൽ ഇഷ്യൂ ഉണ്ടാകുന്നത്. കാരണം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, നിങ്ങൾ എന്തെങ്കിലും ഒരു ലോൺ, ഇപ്പോൾ ഒരു കൺസ്യൂമർ ലോൺ ആയിക്കോട്ടെ, കൺസ്യൂമർ ഡ്യൂറബിൾ ലോൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കേസ്, എന്തെങ്കിലും എമർജൻസീസ്, അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ലോണ്, ഇപ്പോൾ ഒരു ബൈക്കില്ലാത്തൊരു വീടുമില്ല, ഒരു ബൈക്കോ സ്കൂട്ടറോ പിന്നെ അല്ലെങ്കിൽ കാറ് ലോണ്, പിന്നെ ഭൂമിയുടെ ലോണ്, ഹൗസിംഗ് ലോണ്, ഇതെങ്കിലും എടുക്കാത്ത എനിക്ക് തോന്നുന്നു 100% പേരും ഇപ്പോൾ ബാങ്കിനെ, ഫിനാൻസിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണെങ്കിൽ ഓക്കെ, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ. അത് തന്നെയാണ് എൻ്റെ ഉപദേശം. ലോൺ എടുക്കേണ്ട, ഒന്നും ചെയ്യേണ്ട. പക്ഷേ നമുക്കൊരു അർജൻറ്റ് കേസിൽ ഇപ്പോൾ നമ്മളൊരു അർജൻറ്റ് എമർജൻസി കേസ് നിൽക്കുകയാണ്, നമ്മുടെ ഉറ്റവരോ ഉടയവരോ ഹോസ്പിറ്റൽ കേസാണ്. അപ്പോൾ നമുക്ക് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ലോൺ എടുക്കാതിരിക്കില്ല. ഇൻ കേസ് സിബിൽ ഉണ്ടെങ്കിലോ നമുക്ക് ഒരു ലോണും കിട്ടില്ല. അപ്പോൾ അതാണ് പറയുന്നത്, നിങ്ങൾ ആ ഒരു സിബിലിൻ്റെ കേസ് ഒന്ന് ശ്രദ്ധിക്കണം. ഒരുപാട്, ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല, ഒരുപാട് പേരുണ്ട്. അതും വെറും 1,500, 2,000, 3,000, 5,000 വെറുതെ ഒരു സിബിലിനെ നശിപ്പിച്ച് കളയുന്നത്. നമ്മുടെ സിബിലെന്ന് വെച്ചാൽ നമ്മുടെ യഥാർത്ഥം പറഞ്ഞാൽ നമ്മുടെ ഒരു മുഖം കണക്കാണ്, നമ്മുടെ ഒരു ഇൻറ്റേർണൽ ഫേസാണ്. അപ്പോൾ ബാങ്ക് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ സിബിൽ ഡൗൺ ആണെങ്കിൽ, അല്ലെങ്കിൽ സിബിൽ ഡിഫോൾട്ടർ ആണെങ്കിൽ അവരെന്താ കഴിയുന്ന ഫ്രോഡ്, ബാങ്കിങ് രീതിയിൽ ഫ്രോഡ് എന്ന അർത്ഥം മാത്രമേ ഉള്ളൂ സിബിലിന്. പല ആൾക്കാർക്കും പല പല എക്സ്ക്യൂസ് ഉണ്ട്. ബാങ്ക് അതിന് മുമ്പ് ചെക്ക് ഇട്ടു, അല്ലെങ്കിൽ ബൗൺസ് ഇങ്ങനെ ചെയ്തു, അങ്ങനെ ഒരുപാട് എക്സ്ക്യൂസ് ഉണ്ട്. അതൊന്നും ശാശ്വതമല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ പറയുന്നത്, ഞാൻ പറയുന്നതെല്ലാം ലീഗൽ, അതായത് RBI അപ്രൂവ്ഡ് ആപ്ലിക്കേഷനാണ്. നിങ്ങളത് കറക്റ്റ് അടയ്ക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ മോശമാകും. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ആൾക്കാർ ഈ 50,000 ഒരു സാലറിയും ഒന്നുമില്ലാതെ 50,000, 25,000, 70,000 ഇതൊക്കെ കിട്ടിയവർ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ. മറ്റുള്ളവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. പിന്നെ ഒരു ഇൻഫർമേഷൻ പറയാനുള്ളത്, നമ്മുടെ ക്രെഡിറ്റോ 24 എന്ന ആപ്പ് ലീഗലാണോ ഇല്ലീഗലാണോ എന്ന് പറഞ്ഞ് ഒരുപാട് പേരൊന്ന് എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഡൗട്ട് ഇപ്പോൾ തന്നെ തീർക്കാം. ഒരുപാട് പേർക്ക് അങ്ങനെ ഇഷ്യൂ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്ലേ സ്റ്റോറിൽ നമുക്ക് ഈ ക്രെഡിറ്റോ 24 എന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ക്രെഡിറ്റോ 24 വന്നു. സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ എന്താ പറയുന്നത്, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഇല്ല. പ്ലേ സ്റ്റോറിൽ ഈ ഒരു ഫംഗ്ഷൻ അവൈലബിൾ അല്ല. അപ്പം നമ്മൾ എന്താണ് സാധാരണ കാര്യം, മുമ്പ് RBI അപ്രൂവ്ഡ് അല്ലാത്ത ആപ്ലിക്കേഷൻസ് ഒരുപാട് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു. അപ്പോൾ ഇതും ഇല്ലീഗലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോൺ അടയ്ക്കില്ല. എന്നാൽ അങ്ങനെയല്ല. എന്നാൽ നമ്മുടെ സുഹൃത്തിന് പറ്റിയ ഒരു അമളിയാണ് ഇപ്പോൾ കാണുന്നത്. അദ്ദേഹം ഏകദേശം 7,000 രൂപയുടെ ലോൺ എടുത്തു. ഇൻട്രസ്റ്റ് റേറ്റ് 614, സർവീസ് ഫീ ടാക്സ് 264, സർവീസ് ഫീ 1,470, ഫൈൻ എമൗണ്ട് 1,182, 11,331 രൂപ അടയ്ക്കേണ്ടി വന്നിട്ടുണ്ട്. ഏകദേശം വന്നിട്ട് അദ്ദേഹത്തിൻ്റെ സിബിൽ ഡൗൺ ആയി. ഏകദേശം 77 ഡേയ്സ് ഓവർ ഡ്യൂ ആണ് ഇവിടെ കാണിക്കും. അതുപോലെ തന്നെ അവർക്ക് എക്സ്റ്റൻഡ് ലോൺ ഓപ്ഷൻസ് ഉണ്ട്. അത് 3,500 അടയ്ക്കുകയാണെങ്കിൽ നിങ്ങളുടെ 14 ദിവസം കൊണ്ട് നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യും. അപ്പോൾ ക്രെഡിറ്റോ 24 എന്ന ആപ്പ് RBI അപ്രൂവ്ഡ് ആണ്. ഞാൻ ഇതിനു മുമ്പ് ഏതോ ഒരു വീഡിയോയിൽ ഇത് ഇല്ലീഗലാണെന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞു പോയതാണ്, സോറി. അപ്പോൾ ഇത് ലീഗൽ ആപ്പ് തന്നെയാണ്, RBI അപ്രൂവ്ഡ് ആണ്. 2-3 പേർക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, അതല്ലെങ്കിൽ നിങ്ങളുടെ സിബിൽ പോകും. പക്ഷേ എനിക്ക് തോന്നുന്നു അവർ ഇല്ലീഗൽ എന്ന് വിചാരിച്ചത് നോക്കുമ്പോൾ അവരുടെ സപ്പോർട്ട് നോക്കുമ്പോൾ അവരുടെ കോൺടാക്ട്സ് ആ ഒരു നെറ്റ് നമ്പറാണ് കൊടുത്തിരിക്കുന്നത്.
ഓക്കെ, ഇത് സാധാരണ ഫേക്ക് ആപ്ലിക്കേഷനും ഇത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരിക്കലും അതിനെ എന്താ പറയുന്നത് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അത് ചിലപ്പോൾ ലീഗലായിരിക്കും. ചില ആപ്പൊന്നും നമ്മുടെ പ്ലേ സ്റ്റോറിൽ ഇല്ല, ലീഗൽ ആപ്പൊന്നും RBI അപ്രൂവുള്ള. അതെല്ലാം നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ ആപ്പിൽ നിന്ന് ലോൺ എടുത്തവർ അത് ദയവായി തിരിച്ചടയ്ക്കുക, അല്ലെങ്കിൽ സിബിൽ ഇതുപോലെ പോകും. ഏകദേശം അവർ നല്ല രീതിയിൽ സിബിൽ ഈ ക്രെഡിറ്റ് ബി, ക്രെഡിറ്റ് 24, സ്റ്റാഷ് ഫിൻ, അതുപോലെ തന്നെ മണി വ്യൂ ഒക്കെ വളരെ നല്ല രീതിയിൽ സിബിൽ ഡൗൺ ചെയ്യും. ഇത്രയും ആപ്പ് പെട്ടെന്ന്, അതായത് ഒരു 100-150 ഒക്കെയാണ് അവർ സിബിൽ ഡൗൺ ചെയ്യുന്നത്. ചില ആൾക്കാർക്ക് എന്താ പറയുക, ക്രെഡിറ്റ് ബി എന്ന് ലോൺ എടുത്ത് അടയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് സിബിൽ 600 ഉള്ളവർക്ക് 750 കൂടുകയും ചെയ്യും. ഓക്കെ, അതൊക്കെ ആ ഒരു ആപ്പിൻ്റെ ഒരു കളിയാണ്. അതെല്ലാം ഈ സിബിലിൻ്റെ ഒരു കളികൾ അതിൻ്റെ അകത്ത് അവർ ഇല്ലീഗലി കളിക്കുന്നുണ്ട് ആപ്പുകാർ. പിന്നെ ചില കസ്റ്റമേഴ്സ് ആണ് ചോദിക്കുന്നു, നമ്മളിപ്പോൾ ഒരു ആപ്പിൽ നിന്ന് ലോൺ എടുത്തു അടച്ചില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വീണ്ടും ചെക്ക് ചെയ്ത് നമ്മുടെ സിബിൽ കുറയ്ക്കാൻ കഴിയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ചെയ്യാൻ കഴിയും, ഇല്ലീഗലി ചെയ്യാൻ കഴിയും. ലീഗലി അത് കസ്റ്റമറിൻ്റെ ആ ഒരു എന്താ പറയുന്നത് അനുവാദമില്ലാതെ സിബിൽ ചെക്ക് ചെയ്യാൻ പാടില്ല. നമ്മൾ കൊടുക്കുന്ന ആ ഒരു സ്പോട്ടിൽ മാത്രമേ സിബിൽ ചെക്ക് ചെയ്യാവുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് ചിലപ്പോൾ മെസ്സേജ് വന്നതാണ്, യുവർ സിബിൽ സ്കോർ ഹാസ് ബീൻ ചെക്ക്ഡ് ബൈ ക്രെഡിറ്റ് ബി, അല്ലെങ്കിൽ സ്റ്റാഷ് ഫിൻ, നാവി, HDFC ബാങ്ക്. അപ്പോൾ അങ്ങനെ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ സിബിൽ സ്കോർ ആരെങ്കിലും ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സിബിലിൽ തന്നെ റിപ്പോർട്ട് ചെയ്യാം. മെസ്സേജ് വന്നു, നിങ്ങളുടെ സിബിൽ സ്കോർ ബജാജ് ഫിൻസർവ് ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അത് കംപ്ലയിൻറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ആരും അതിൻ്റെ പുറകെ നടക്കാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു ഇഷ്യൂ സംഭവിക്കുന്നത്. മോസ്റ്റ് പ്രോബബ്ലി ഒരു ആപ്പും അങ്ങനെ ചെയ്യില്ല, റിപ്പീറ്റായിട്ട് ചെയ്യത്തില്ല. ചില എക്സിക്യൂട്ടീവ് ചെയ്യും. സിബിൽ സ്കോർ മുമ്പ് നമ്മളെ വിളിച്ചപ്പോൾ കുറവായിരുന്നു, എന്നാൽ ഇപ്പോൾ കൂടിയെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മെസ്സേജ് വരും. അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ റിപ്പോർട്ട് ചെയ്യണം. കാരണം ഒരു അവരുടെ ജോലിയും ഇഷ്യൂ ആകും. ഓക്കെ, എന്നാൽ ആ ഒരു ദേഷ്യത്തിൽ, ആ ഒരു സ്പോട്ടിൽ വരുന്ന ദേഷ്യത്തിൽ അവർ ചെയ്യുന്നതാണ്. സിബിൽ ചെക്ക് ചെയ്ത് നോക്കി എന്താ പറയുക, നമ്മുടെ ആ എൻക്വയറി കൂട്ടുകയോ സിബിൽ കുറയ്ക്കുകയോ ചെയ്യും. ഒരു മാസത്തിൽ ഒരു 6-7 എൻക്വയറി വരികയാണെങ്കിൽ സിബിൽ ഓട്ടോമാറ്റിക്കലി ഡൗൺ ആവും. അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം, നമുക്കത് മെയിൽ അയച്ച് സോൾവ് ചെയ്യാം. അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ സിബിൽ എന്ന് പറഞ്ഞ സൈറ്റുണ്ട്, ആ സൈറ്റിൽ പോയി നിങ്ങളുടെ ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching my video. Have a nice day.